എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ആദർശ് പറഞ്ഞേ. ഓഡിബിൾ ആണോ? ആദർശ് എക്സ്പ്ലെയിൻ ചെയ്യൂ, എന്തൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? ഉം. ഓക്കെ, എങ്ങനെയാണ് ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് കൊടുക്കുന്നത്? ഓക്കെ, കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം ചെയ്തായിരുന്നോ? എങ്ങനെയാ ചെയ്യും? ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ അല്ലായിരുന്നു? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഊപ്സ് കൺസെപ്റ്റിലെ ഒരു കൺസെപ്റ്റ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? അല്ലാത്ത പ്രോപ്പർട്ടീസ്, ഇൻഹെറിറ്റൻസ് അല്ലാതെ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചു? ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മളിപ്പോ ഒബ്ജക്റ്റ് എന്താന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിലെ കോൺസെപ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ക്ലാസ് നമുക്ക് ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്ലാസ്സിന് വേറൊരു ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ രണ്ട് മൂന്ന് ക്ലാസ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ക്ലാസ്സില് ഫസ്റ്റ് ക്ലാസ്സിന്റെ സെക്കൻഡ് ക്ലാസ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് ക്ലാസ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ബാക്കിയുള്ള ക്ലാസ്സിൽ ആക്സസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഹെറിഡിറ്റി എന്ന് നിങ്ങൾ ഓർത്താൽ മതി, പാരമ്പര്യം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സെക്കൻഡ് ക്ലാസ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു ആക്സസിബിലിറ്റിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ വീണ്ടും വീണ്ടും കോഡ് റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേറൊരു ക്ലാസ്സിലേക്ക് അതിനെ ആക്സസ് ചെയ്തെടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും അത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് മെയിൻ ക്ലാസ്സിൽ നിന്നായിരിക്കുമല്ലോ ആക്സസ് ചെയ്യുന്നത്. മെയിൻ ക്ലാസ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അനദർ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ആ മെയിൻ ക്ലാസ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് പാരന്റ് ക്ലാസ്. അപ്പൊ നിങ്ങൾ പാരന്റ്സ് ആയിട്ട് ആ ഒരു റിലേഷൻ വെച്ചിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ മെയിൻ ക്ലാസ്സിനെ പറയുന്ന പേരാണ് പാരന്റ് ക്ലാസ്, അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്നൊക്കെയാണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. മെയിൻ ക്ലാസ്സിനെ പറയുന്ന പേരാണ് പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്. ഓക്കെ, സെക്കൻഡ് ക്ലാസ്, അതായത് ആക്സസ് ചെയ്ത് എടുക്കുന്ന ക്ലാസ്സിനെ പറയുന്ന പേരാണ് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ചൈൽഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ് നമുക്ക് ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇൻഹെറിറ്റൻസ് 3 ടൈപ്പ് ഉണ്ട്: സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പൊ സിംഗിൾ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? സെമിനാർ ആയിട്ട് ഞാൻ തരും. നിങ്ങൾ തന്നെ ഓരോരുത്തർ വ്യത്യസ്ത മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു സെമിനാർ ആയിരിക്കും. ഓക്കെ, അപ്പോ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എങ്ങനെയാ വരുന്നതെന്നൊരു സിന്റാക്സ് ഞാൻ പറഞ്ഞുതരാം. അത് വെച്ചിട്ട് സിംഗിളും മൾട്ടിപ്പിളും ഞാൻ പറയുന്നത് വെച്ച് നോക്കി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് മനസ്സിലായോ? ഇൻഹെറിറ്റൻസ് മീൻസ് വൺ ക്ലാസ് ക്യാൻ യൂസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ മെത്തേഡ്സ് ഓഫ് അനദർ ക്ലാസ്. ഓക്കെ, അപ്പൊ അതായത് ഫസ്റ്റ് ക്ലാസ്സിന്റെ മെത്തേഡ്സ് ആണെങ്കിലും ആട്രിബ്യൂട്ട്സ് ആണെങ്കിലും വേരിയബിൾസ് ആണെങ്കിലും എല്ലാം സെക്കൻഡ് ക്ലാസ് ആയ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിനെ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, കോഡ് റീയൂസബിലിറ്റിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കാം. സിന്റാക്സിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ സിന്റാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ആൻഡ് മൾട്ടി ലെവൽ ഉണ്ട്. സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ക്ലാസ്
എ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഈ എ എന്ന് പറയുന്നത് എന്റെ മെയിൻ ക്ലാസ് ആണ്, അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്, അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്നൊക്കെയാണ് ഈ ക്ലാസ്സിനെ പറയുന്നത്. ബേസ് ക്ലാസ്, അല്ലെങ്കിൽ ഞാൻ ബേസ് എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. ഓക്കെ, ഇതെന്റെ ബേസ് ക്ലാസ്. അപ്പൊ ഈ ബേസ് ക്ലാസ്സിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഞാനിപ്പോ ജസ്റ്റ് കോഡ് എന്നാ കൊടുക്കുന്നത്. ഈ കോഡിന്റെ അവിടെ ആട്രിബ്യൂട്ട്സും ആകാം, മെമ്പേഴ്സ് ആവാം, മെത്തേഡ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് ഈ ക്ലാസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് അവിടെ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ക്ലാസ് ഇതിന്റെ കൂടെ തന്നെ വരുന്നു. സെക്കൻഡ് ക്ലാസ്സിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഒരാൾ പറഞ്ഞു. സെക്കൻഡ് ക്ലാസ്സിന് എന്തൊക്കെ പേരുണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും, ചൈൽഡ് ക്ലാസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് ഞാൻ കൊടുക്കുവാണ്. ജസ്റ്റ് ഡി എന്ന് പേര് കൊടുക്കുന്നു. ഡിറൈവ്ഡ് ക്ലാസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, അത് അതിന്റെ പേര് കുറിച്ച് വലുതായി പോകും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഡിറൈവ് കോഡ് കൊടുക്കുക. അപ്പൊ നമ്മൾ ബേസ് ക്ലാസ്സിനും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ്, ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ്സിനും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് പാരന്റ് ചൈൽഡ് എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്ന സിന്റാക്സ് നിങ്ങൾ നോട്ട് ചെയ്യണേ. ജസ്റ്റ് ഒരു ഫാദർ ചൈൽഡ് റിലേഷൻ ആണ് നമ്മുടെ ഈ സിംഗിൾ ഇൻഹെറിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാദർ ചൈൽഡ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫാദറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ചൈൽഡ്സിന് കിട്ടുന്നു, അല്ലെങ്കിൽ മദറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ചൈൽഡിന് കിട്ടുന്നു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഏതൊരു ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് വേണം. ഇവിടുത്തെ കേസിൽ രണ്ട് ക്ലാസ് ഉണ്ട്. ഒന്നാമത്തെ ക്ലാസ് നമ്മുടെ പാരന്റ് ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് ചൈൽഡ് ക്ലാസ്. ഇപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പാരന്റ് ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ചൈൽഡിന് കിട്ടണം. സോ പാരന്റ് ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ചൈൽഡിന് കിട്ടാൻ വേണ്ടി നമ്മൾ ചൈൽഡിന്റെ കൂടെ ഒരു കാര്യം കൊടുക്കും. അതെന്താന്ന് വെച്ചാല് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചൈൽഡ് ക്ലാസിന്റെ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പാരന്റ് ക്ലാസിന്റെ പേര് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻഹെറിറ്റൻസ് ആയിട്ട് ഇവിടെ പാരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ചൈൽഡ് ക്ലാസ്സിനെ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ക്ലാസ് ആയിരിക്കും, അതിൽ മെയിൻ ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മുടെ ചൈൽഡ് ആക്സസ് ചെയ്തെടുക്കും. ഈ ഒരു മെത്തേഡാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് സിന്റാക്സ് മാത്രമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം. ക്ലാസ് ഫാദർ ഉണ്ടെന്ന് വിചാരിക്കുക. ഫാദറിൻ്റെത് മാത്രമായിട്ടുള്ള കോഡ് ഫാദറിനുണ്ട്. ദെൻ അടുത്തത് ക്ലാസ് മദർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ മദറിനും എന്താ, മദറിന്റെ മാത്രമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, മദറിന്റെ മാത്രം പ്രോപ്പർട്ടീസ് മദറിനുണ്ട്. ദെൻ ഇവിടുത്തെ കേസിൽ ഒരു ചൈൽഡും കൂടി കൊടുക്കുന്നു, ക്ലാസ് ചൈൽഡ്. ഈ ചൈൽഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും കോഡ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെയും മെത്തേഡ്സിനെയും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടുള്ള പവർ ഈ ചൈൽഡ് ക്ലാസ്സിലുണ്ട്. അതായത് ഫാദറിന്റെയും മദറിന്റെയും എല്ലാ പ്രോപ്പർട്ടീസും നമ്മുടെ ചൈൽഡിന് കിട്ടും. സോ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഫാദർ കോമ മദർ. സിംഗിൾ ഇൻഹെറിറ്റൻസ് ആയിരുന്നെങ്കിൽ തൊട്ട് മേളിലുള്ള ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും മാത്രമായിരുന്നു ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പക്ഷെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ അതിന്റെ തൊട്ട് മുകളിൽ എത്ര ക്ലാസ് ഉണ്ടോ, മൾട്ടിപ്പിൾ ക്ലാസ് ഉണ്ടോ, മൾട്ടിപ്പിൾ ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മുടെ ചൈൽഡ് ക്ലാസ്സിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ആക്സസ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പൊ സിംഗിൾ ഇൻഹെറിറ്റൻസ് നമ്മൾ നോക്കി, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നോക്കി, ദെൻ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഇത് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ നിങ്ങൾ സെമിനാർ എടുക്കേണ്ടതും ഈ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയിരിക്കും. Okay. എന്തായിരിക്കും മൾട്ടി ലെവൽ, ആർക്കെങ്കിലും പറയാവോ? ആർക്കെങ്കിലും പറയാവോ എന്തായിരിക്കും മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്? ഓക്കെ, അതായത് ലെവൽ ആയിട്ടായിരിക്കും മൾട്ടി ലെവലിൽ സപ്പോർട്ട് ആവുന്നത്. ലെവൽ ആയിട്ട്, അതായത് ഫസ്റ്റ് ഞാനൊരു ക്ലാസ് കൊടുക്കുന്നു, ഗ്രാൻഡ് ഫാദറിന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ കോഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ക്ലാസ് ഫാദർ കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലെവൽ ഹൈറാർക്കി ഒരു ലെവൽ ആയിട്ടായിരിക്കും ഇവിടുത്തെ കേസിൽ നമുക്ക് ആക്സസ്
ക്ലാസ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഫാദറിന് കിട്ടും. സോ ക്ലാസ് ഫാദർ കൊടുക്കാം. ദെൻ അടുത്തത് ചൈൽഡ് കൊടുക്കാം. ഇവിടുത്തെ കേസിൽ ലെവൽ ആയിട്ടായിരിക്കും, എ ടു ബി, ബി ടു സി, അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാൻഡ് ഫാദറിനോട്. അപ്പൊ മെയിൻലി പറയുവാണെങ്കിൽ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിന് എല്ലാ പ്രോപ്പർട്ടീസും കിട്ടും. കാര്യം എന്താ, ഗ്രാൻഡ് ഫാദറിന്റെ പ്രോപ്പർട്ടീസ് ഫാദർ എടുത്തു. ഫാദറിൽ ഇപ്പോൾ ഓൾറെഡി ഫാദറിന്റെ ഉണ്ട്, ഗ്രാൻഡ് ഫാദറിന്റെ ഉണ്ട്. സോ ചൈൽഡിന് എന്ത് ചെയ്യും, അതെല്ലാം ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ചൈൽഡ് ആണ്. അപ്പോൾ ക്ലാസ് ചൈൽഡിന് ഡയറക്ട്ലി ഗ്രാൻഡ് ഫാദറിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓൺലി തൊട്ട് മേളിലെ ക്ലാസ്സിന് മാത്രമേ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്ലാൻ, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ക്ലിയർ ആയോ? ഈ ഒരു കൂട്ടത്തിൽ എവിടെയെങ്കിലും മനസ്സിലാവാത്തതായിട്ടുള്ള പോർഷൻസ് ഉണ്ടോ? ഇല്ലില്ല, അതിനാണ് നമ്മൾ മൾട്ടി ലെവൽ എന്ന് പറയുന്നത്. അതായത് ഡയറക്ട്ലി ചൈൽഡിന് ഗ്രാൻഡ് ഫാദറിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്. തൊട്ട് മേലുള്ള ക്ലാസ്സിന്റെ അല്ലെങ്കിൽ 2-3 ക്ലാസ് മേലുണ്ടെന്ന് വിചാരിക്കുക, അവരെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് തേർഡ് ക്ലാസ്സിന് പറ്റും. മൾട്ടി ലെവൽ ആകുമ്പോൾ അതിന് ഡയറക്ട്ലി 2-3 ക്ലാസ്സിന് ഒറ്റയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ സിൻടാക്സ് ആണ്, നോട്ട് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു കൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയാൽ മാത്രമേ സിംഗിളും മൾട്ടിപ്പിളും മൾട്ടി ലെവലും പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയവര് ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിനെ ഒന്ന് എങ്ങനെ എക്സാമ്പിൾ, ഫസ്റ്റ് ക്ലാസ്സിന്റെ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ആ എക്സാമ്പിൾ പോലെ നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സിന്റെയും തേർഡ് ക്ലാസ്സിന്റെയും തന്നെ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്സിന്റെ മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ചെയ്താൽ മതി സെക്കൻഡ് ക്ലാസ്സിന്റെയും തേർഡ് ക്ലാസ്സിന്റെയും. ഓക്കെ, സോറി, സെക്കൻഡ് ക്ലാസ് അല്ല, സെക്കൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് പാരന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, പാരന്റിന്റെ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുന്നു. തൽക്കാലം ഞാനിപ്പോ മെത്തേഡ്സോ ആട്രിബ്യൂട്ട്സോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു. പ്രിന്റ് ജസ്റ്റ് ഹലോ എന്ന് കൊടുക്കുന്നു. ഹലോ ഫ്രം പാരന്റ് എന്ന് കൊടുക്കും. പാരന്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നുണ്ടായതാണ് ഈ ഹലോ എന്ന് അറിയാൻ വേണ്ടി ഹലോ ഫ്രം പാരന്റ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കുന്നു. ദെൻ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ചൈൽഡ്. ഓക്കെ, ഈ ചൈൽഡ് ക്ലാസ്സിന് ഞാൻ അടുത്ത പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു. പ്രിന്റ് ഹലോ ഫ്രം ചൈൽഡ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുത്തു. പാരന്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും കൊടുത്തു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്. ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ പാരന്റ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ പാരന്റ് ക്ലാസ്സിന് ഞാൻ പി എന്ന് പറഞ്ഞ് ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പി ഈക്വൽ ടു പാരന്റ് എന്ന് പറഞ്ഞ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ചൈൽഡ് ക്ലാസ്സിന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് സി ആണ്. സി ഈക്വൽ ടു ചൈൽഡ് എന്ന് പറഞ്ഞ് ഇതും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യാം. ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യുമ്പോൾ നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടണമല്ലോ. സോ നമുക്കത് കോൾ ചെയ്യാം. അപ്പൊ എങ്ങനെയായിരിക്കും ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? നമുക്കില്ലെങ്കിൽ ഒരു വേരിയബിൾ കൊടുത്തിട്ട് വേരിയബിൾ വെച്ചിട്ട് വിളിച്ചു നോക്കാം. പ്രിന്റ് പി ഡോട്ട് എ. അപ്പൊ നമുക്ക് പാരന്റ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് പാരന്റ് ക്ലാസ്സിലുള്ള എലമെന്റിനെ അല്ലെങ്കിൽ പ്രിന്റ് ഫംഗ്ഷനെ നമ്മളിവിടെ പ്രിന്റ് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് ചൈൽഡ് ക്ലാസ്സിനെ കൂടി പ്രിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ചൈൽഡ് ക്ലാസ്സിന്. അപ്പൊ നമുക്കത് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു വേരിയബിളിലേക്ക് എടുത്തിട്ട് പ്രിന്റ് ചെയ്തത്. സോ ഞാനിപ്പോ ചൈൽഡ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ചൈൽഡ് ക്ലാസ്സിന്റെ എലമെന്റിനെ വിളിക്കുവാണ്. പ്രിന്റ് സി ഡോട്ട് ബി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ചൈൽഡ് ക്ലാസ്സിന്റെ ഹലോ ഫ്രം ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജും പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് പാരന്റിന്റെ മെസ്സേജും ചൈൽഡിന്റെ മെസ്സേജും പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനിയാണ് നമ്മുടെ ഇൻഹെറിറ്റൻസിലേക്ക് വരുന്നത്. അതായത് ഈ പാരന്റിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയും നമ്മൾ ചൈൽഡിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് വിളിക്കാൻ പോവാണ്. സോ വിളിക്കുവാണ്. പ്രിന്റ് ചൈൽഡിന്റെ ഒബ്ജക്റ്റ് ബി ആണ്. സോ ബി വിളിക്കുന്നു. സി ആണ്. സോ സി ഡോട്ട് പാരന്റിന്റെ വേരിയബിൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എ ആണ്. എ വിളിക്കുന്നു, റൺ ചെയ്യുന്നു. അപ്പൊ
പക്ഷെ നമുക്കിപ്പോ ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. കാര്യം നമ്മൾ ഈ രണ്ട് ക്ലാസ്സസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല. കണക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് പാരന്റ് ക്ലാസ്സിനെ വിളിക്കാൻ പറ്റൂ. സോ ചൈൽഡ് ക്ലാസ്സിന് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ പാരന്റിന് ആക്സസിബിലിറ്റി കൊടുക്കുക. പാരന്റ് എന്ന് കൊടുത്തു, ദെൻ റൺ ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മൾ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പാരന്റ് ക്ലാസിന്റെ എലമെന്റിനെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെ വിളിച്ചു. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് കണ്ടോ. ഇതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ. പക്ഷെ ഒരിക്കലും പാരന്റ് ക്ലാസ്സിന് ചൈൽഡ് ക്ലാസ്സിനെ വിളിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ കാണിച്ചു തരാം. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എറർ വരും. പ്രിന്റ് പാരന്റ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് പി ആണ്, പി ഡോട്ട് ചൈൽഡ് ക്ലാസിന്റെ ബി വിളിക്കും. സോ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. കാര്യം എന്താ, തിരിച്ച് അതായത് മെയിൻ ക്ലാസ്സിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ, ഡിറൈവ്ഡ് ക്ലാസ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കിട്ടിയില്ല. കാര്യം എന്താ, പാരന്റ് ക്ലാസ്സിന്റെ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ക്ലിയർ ചെയ്ത് നോക്കുക.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻഹെറിറ്റൻസ് നോക്കിയത്, സിംഗിൾ ഇൻഹെറിറ്റൻസ് നോക്കിയത്. ഇനി നമുക്ക് മെത്തേഡ്സ് സിംഗിൾ ഇൻഹെറിറ്റൻസിലേക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു നമ്പറിന്റെ സ്ക്വയറും ക്യൂബും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഞാൻ സിംഗിൾ ഇൻഹെറിറ്റൻസ് വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ മെയിൻ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്ക്വയർ ആണ് എന്റെ മെയിൻ ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്. അപ്പം ഈ സ്ക്വയർ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാനൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു, എഫ് എസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഒരു ക്ലാസ്സിനുള്ളിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ സെൽഫ്. നിങ്ങൾ അത് ബാക്ക് അടിക്കാനോ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ഞാനിവിടെ ആർഗ്യുമെന്റ് കൊടുക്കുവാണ്, അതായത് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുക്കണമല്ലോ. സോ എൻ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കുവാണ്. സെൽഫ് കഴിഞ്ഞൊരു കോമ കൊടുക്കുക, ദെൻ എൻ കൊടുക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ക്ലാസ്സിനുള്ളിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ് സെൽഫ്. നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട, അതിന്റെ കൂടെ കോമ ഇട്ട് എന്താണോ പാസ് ചെയ്യേണ്ടത് ആ എൻ കൊടുക്കുക. ഞാനിപ്പോ എൻ ആണ് കൊടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. എന്നിട്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ എൻ ഡബിൾ സ്റ്റാർ 2 ആണ് കൊടുക്കുന്നത്. അതായത് ആ പാസ് ചെയ്ത് വരുന്ന എന്നിന്റെ സ്ക്വയർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിച്ച് വെച്ചു. ദെൻ നെക്സ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ക്യൂബ് ആണ് ഡിറൈവ്ഡ് ക്ലാസ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ക്യൂബിനുള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു, ഡെഫ് സി യു എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, സെൽഫിന്റെ കൂടെ എൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാന്ന് വെച്ചാല് നമ്മള് സ്ക്വയർ കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടുത്തെ കേസിൽ ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, എൻ ഡബിൾ സ്റ്റാർ 3 ആണ് കൊടുക്കുന്നത്. ക്യൂബ് ആയതുകൊണ്ട് തന്നെ എൻ ഡബിൾ സ്റ്റാർ 3 കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ ഇൻറ്റു എൻ ഇൻറ്റു എൻ എന്ന് കൊടുക്കാം. എൻ സ്ക്വയർ ആണെങ്കിൽ എൻ ഇൻറ്റു എൻ എന്ന് കൊടുക്കാം. ഇപ്പൊ എൻ ഡബിൾ സ്റ്റാർ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ക്ലാസിന്റെ കാര്യങ്ങൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട, ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട. കാര്യം എന്താ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്തെടുക്കും സെക്കൻഡ് ക്ലാസ്സിലേക്ക്. സോ സെക്കൻഡ് ക്ലാസ്സിന് മാത്രം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ്സിന്റെയും സെക്കൻഡ് ക്ലാസ്സിന്റെയും മെത്തേഡ്സ് കോൾ ചെയ്യുക. അല്ലാതെ ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്ത് വെക്കാം. സോ ഒബ്ജക്റ്റിനെ നമുക്ക് സെക്കൻഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ ഞാൻ ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്യുന്നു, ഒ ബി ജെ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി, സെക്കൻഡ് ക്ലാസ് ആയ ക്യൂബിന് വേണ്ടിയിട്ട്. സോ ക്യൂബ് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിന്റെ സെക്കൻഡ് ക്ലാസ്സിന്റെ എലമെന്റിനെ വിളിക്കാം. സോ അതിന് മുമ്പ് ഞാൻ എൻ ഇൻപുട്ട് ചെയ്യുവാണ്. എൻ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ എ നമ്പർ. ഓക്കെ, എൻ ഇൻപുട്ട്. എന്നിട്ട് ഞാൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് രണ്ട് ക്ലാസ്സിന്റെ മെത്തേഡ്സിനെ വിളിക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഡയറക്റ്റ് പ്രിന്റിൽ തന്നെ കൊടുക്കുന്നു, പ്രിന്റ് ഒബിജെ ഡോട്ട് എസ് ക്യൂ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. ഇതിലേക്ക് എൻ പാസ് ചെയ്യും. അതുപോലെ സെക്കൻഡ് നമ്പറും കൂടി വിളിക്കും, പ്രിന്റ് ഒബിജെ ഡോട്ട് ക്യൂ. ഇവിടെ നടന്നത് എന്താന്ന് വെച്ചാൽ രണ്ടില് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ്സിനെ വിളിച്ചു. ഫസ്റ്റ് ക്ലാസ്സിനെയും കിട്ടും, സെക്കൻഡ് ക്ലാസ്സിനെയും കിട്ടും. കോഡ് റീയൂസബിലിറ്റി ആണ് ഇവിടെ നടക്കുന്നത്. സെക്കൻഡ് ക്ലാസ്സിന് വേണ്ടി വീണ്ടും നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. നമ്പർ ചോദിച്ചിട്ടുണ്ട്, ഒരു നമ്പർ കൊടുക്കുക. അപ്പൊ എനിക്ക് 25 ആണ്, 125 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രിന്റ് സ്ക്വയർ ഓഫ് ദ നമ്പർ ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ക്യൂബ് ഓഫ് ദി നമ്പർ ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ചെയ്ത് നോക്കുക.
കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ഓർഡറിലാക്കുന്നതും അപ്പർ കേസിലോട്ട് ആക്കുന്നതും ക്ലാസ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. സിംഗിൾ ഇൻഹെറിറ്റൻസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് റിവ്യൂസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ കൊടുക്കും. ഞാൻ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് എസ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ടിന് പാസ് ചെയ്യും. ഓക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്തെടുക്കാം. റിട്ടേൺ ഏത് സ്ട്രിങ് ആണോ കൊടുക്കുന്നത് ആ സ്ട്രിങ്ങിനെ ഡബിൾ ഫുൾ കോളൻ -1 കൊടുത്ത് അതിനെ റിവേഴ്സ് ഓർഡറിലേക്ക് പ്രിന്റ് ചെയ്യിക്കുക. അതാണ് എന്റെ ഫസ്റ്റ് ക്ലാസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ക്ലാസ് കൊടുക്കുന്നു. ക്ലാസ് അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്യാനാണ് ഞാൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. UPP ER കൊടുക്കരുത്. കാര്യം എന്താന്ന് വെച്ചാൽ അതൊരു ഫംഗ്ഷൻ ആണ്. സോ അത് ചിലപ്പോ വർക്ക് ആവില്ല. ചിലപ്പോൾ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ UPR കൊടുക്കുന്നുള്ളൂ. ദെൻ UP എന്ന് പറഞ്ഞ് അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് ആ പാസ് ചെയ്ത് വരുന്ന സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് ആക്കണം. സോ ഇവിടെ ഞാൻ ഐസ് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് അപ്പർ കേസിലോട്ട് ആക്കുന്നു. റിട്ടേൺ എസ് ഡോട്ട് അപ്പർ. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? എസ് ഇൻപുട്ട് ചെയ്യാം. എസ് ഈക്വൽ ടു ഇൻപുട്ട് എൻട്രി സ്ട്രിങ്. എൻട്രി സ്ട്രിങ് കൊടുത്തു. സ്ട്രിങ് ഇൻപുട്ട് ചെയ്യും. ദെൻ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. O എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് രണ്ട് ക്ലാസ്സിന് വേണ്ടി ഞാൻ ചൈൽഡ് ക്ലാസ്സിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ദെൻ ചൈൽഡ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് തന്നെ പാരന്റ് ക്ലാസ്സിനെയും വിളിക്കും. പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് O ഡോട്ട് റിവ്. റിവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുക. എസ് പാസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷനും വിളിക്കുക. പ്രിന്റ് ഓഫ് O ഡോട്ട് അപ്പ്. അപ്പൊ നമ്മള് ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് പാരന്റ് ക്ലാസ്സിനെയും വിളിച്ചു, ചൈൽഡ് ക്ലാസ്സിനെയും വിളിച്ചു. റൺ ചെയ്ത് നോക്കാം. ആക്സസ് ചെയ്തില്ലായിരുന്നു. റൺ ചെയ്ത് നോക്കുക. ഓക്കെ. ക്ലിയർ ആയോ? ഇതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ക്ലാസ്സിന്റെ പേര് കൊടുത്താലും രണ്ട് ക്ലാസ്സിന്റെ പേര് കൊടുക്കാനായിട്ട് നോക്കുക. ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പ്ലീസ് റെസ്പോണ്ട്.
ഓക്കെ ചെയ്ത് നോക്കുക.